നമസ്കാരം. ചെറിയൊരു ജോലിയിലാണ്. രാവിലത്തെ ചായ വെക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഗോകുൽ സ്വാമിൻ്റെ സമാധി. ഗോകുൽ സ്വാമി സമാധിയാവുമോ സമാധി ആവാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഈ ചർച്ച ചെയ്യുന്ന ആളുകളുടെ വിഷയം മനസ്സിലാക്കിയത് ചർച്ച ഇപ്പം ഗോകുൽ സ്വാമിൻ്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടും ഗോകുൽ സ്വാമിനെ ചർച്ചക്കാർ വെറുതെ വിടാത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ്. അതായത് ഈ സമാധി എന്ന ഒരു തത്വത്തെ അതിനെ അവഹേളിക്കുക, അതിൻ്റെ ശേഷം അതിന് മുൻപും സമാധിയായി എന്ന് പറഞ്ഞവരൊക്കെ സമാധി ആയതല്ല എന്ന് വരുത്തി തീർക്കുക എന്നൊക്കെയാണ് ഉദ്ദേശം എന്ന് വ്യക്തമാകുന്നത്. കാരണം ഗോകുൽ സ്വാമി ഇങ്ങനെ ഒരാൾ ആരും അറിയാതെ സമാധിയായി എന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കം അതുപോലെ കേരളത്തിലെ ഏകദേശം 99% ആളുകളും ആ സമാധി പൊടിച്ച് മാറ്റി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട ആളുകളാണ്. അത് വീട്ടുകാരുടെ എതിർപ്പുണ്ടായിട്ടും നിയമത്തിന്റെ നടപടികൾ സ്വീകരിച്ചു. കാരണം ആകാംക്ഷയായിരുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയണം. ഒന്നും അറിയാതെ ഒരാൾ സമാധി അറിയുക, ആളിപ്പോൾ ജീവനോടെ ഇല്ല, ജീവസമാധി എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ വിശ്വാസയോഗ്യമാണോ? വിശ്വാസയോഗ്യമല്ലാത്തവരാണ് കേരളത്തിലെ 99% ആളുകളും സമാധി പൊളിച്ച് ഗോകുൽ സ്വാമി അതിൻ്റെ ഉള്ളിലുണ്ടോ, അല്ലെങ്കിൽ ഗോകുൽ സ്വാമി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെ വ്യക്തമാകാൻ വേണ്ടി ഉള്ള ഒരു ഉത്കണ്ഠയുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ രാസപരിശോധന റിപ്പോർട്ടിന്റെ ഫലമൊക്കെ ഇനി പുറത്തു വരാനുണ്ട്. എങ്കിലും പ്രാഥമിക റിപ്പോർട്ട് സ്വാഭാവിക മരണം എന്നാണ് പുറത്തു വരുന്ന അറിവുകൾ. ഇവിടെ ഈ സമാധി എന്ന് പറഞ്ഞാൽ സമാധിയല്ല എന്ന് വാദിക്കുന്നവരുടെ അവർ പറയുന്ന കാരണം ഗോകുൽ സ്വാമി ഒരു ചുവട്ടുതൊഴിലാളിക്കാരനായിരുന്നു. പിന്നെ ആള് മുമ്പ് ഈ അലിഗിരി കേസിൽ പ്രതിയായിരുന്നു. 5-6 പേരെ 6-7 പേരെ വെട്ടുവോ തല്ലുവോ എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ഇവരുടെ വാദം. ഇതൊക്കെ ഈ സമാധിക്ക് തടസ്സമാണ് എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ സമാധി ഏതൊരാൾക്കും സമാധി അവസ്ഥയിൽ എത്താം. അതിന്റെ ചിട്ടയ പരിശീലനവും മറ്റും കൊണ്ട് ഏതൊരാൾക്കും സമാധിയിലേക്ക് എത്തിപ്പെടാം. അതിന് ജോലിയോ ജാതിയോ മതമോ വർണ്ണമോ മദ്യപാനിയാണോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിലെ പ്രതിയാണോ ഇതൊന്നും ബാധകമല്ല എന്നതാണ് സത്യം. അപ്പൊ ഇപ്പൊ ഒരു ഉപകാരം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഗോകുൽ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചില്ലറക്കാരനാവാൻ സാധ്യതയില്ല. കാരണം ആ പ്രദേശം മാത്രം അറിയപ്പെടുന്ന ഒരു കേസ്, ഈ ഗോകുൽ സ്വാമിയുടെ വീടും അതിന്റെ പരിസരത്തും മാത്രം അറിയപ്പെടേണ്ടിയിരുന്ന ഒരു സംഭവം ലോകം മുഴുവൻ കണ്ടു, ലൈവായി കണ്ടു. അദ്ദേഹത്തിന്റെ രണ്ടാമത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുള്ള മഹാസമാധിയും ഒക്കെ ലോകം മുഴുവൻ ലൈവായിട്ട് കാണുകയുണ്ട്. അപ്പൊ ലോക ശ്രദ്ധയെ ആകർഷിച്ചു. അപ്പൊ ഇത്രയും ലോക ശ്രദ്ധയെ ആകർഷിപ്പിക്കണമെങ്കിൽ ഈ ഗോകുൽ സ്വാമി എന്ന് പറയുന്ന ആൾ ചില്ലറക്കാരനായിരിക്കില്ല. പിന്നെ അത് മാത്രമല്ല, സമാധിയെ പറ്റി ആരും ഒന്നും സംസാരിക്കാത്ത ഒരു കാലഘട്ടമാണ്. സമാധി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തമാശക്ക് പോലും സംസാരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ കാലഘട്ടത്തിൽ സമാധിയെ പറ്റിയിട്ട് ഒരു ചർച്ച തന്നെ നടത്താൻ പറ്റിയത് തന്നെ അത് ഗോകുൽ സ്വാമിയുടെ കഴിവാണ്. അപ്പം വിമർശിക്കുമ്പോൾ എല്ലാവർക്കും വിമർശിക്കാനും സ്വീകരിക്കാനും ആളുകൾ സ്വീകരിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ ഇതിനെ വിമർശിക്കാനുള്ള അവകാശവും ഉണ്ട്. പക്ഷെ വിമർശിക്കുമ്പോൾ
ആ വിമർശനം യഥാർത്ഥ ബുദ്ധിയോടെ ആയിരിക്കണം. അറിയാൻ വേണ്ടിയിട്ടുള്ള വിമർശനമായിരിക്കണം. അല്ലാണ്ട് അതിനെ പരിഹസിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവഗണിക്കാൻ വേണ്ടിയോ ആയിരിക്കരുത്. നമ്മളിപ്പോൾ ഒരു കാര്യത്തെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടെത്തലുകൾ വെച്ചിട്ടാണ് വിമർശിക്കുക. അതുവരെയുള്ള നമ്മുടെ അറിവ് വെച്ചിട്ടാണ് വിമർശിക്കുക. അപ്പോൾ നമ്മുടെ അറിവ് തെറ്റാണ് എന്ന് ബോധ്യമായാൽ അത് തിരുത്തണം. അല്ലാതെ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സമ്പ്രദായം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമസ്തേ.